ഇതും പാളിപ്പോയ എന്തോ ചെയ്യും? ഹലോ, വെൽക്കം ഉണ്ട് കേട്ടോ. ഇന്നൊരു പാളിപ്പോയ പുട്ടുകഥ എനിക്ക് പറയാനുള്ളത്. ഈ പാചകത്തിലുണ്ടല്ലോ, കോൺസെൻട്രേഷനാണ് മുഖ്യം. ഇന്ന് എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയി. എല്ലാം കൂടെ വെള്ളത്തിൽ വീണ്. ഞാൻ മുമ്പ് കാണിച്ചതുപോലെ ഇഡ്ഡലിത്തട്ടിനകത്ത് ഒന്നിച്ച് പുട്ടെല്ലാം കൂടെ നിരത്താന്ന് കരുതി വെച്ചതാ. പക്ഷേ അത് ചരിഞ്ഞ് അതിനകത്തോട്ടായിപ്പോയി. ബാക്കി ഇത്ര മാവേ ഉള്ളൂ, ബാക്കി എല്ലാം വെള്ളത്തിൽ പോയി. ഞാൻ ആദ്യം ഒന്ന് ചെറുതായിട്ട് പതറിയെങ്കിലും നമ്മളങ്ങനെ പതറിയിട്ട് കാര്യമില്ല, നമ്മളെ ബുദ്ധി പ്രയോഗിക്കണമല്ലോ. ടെൻഷൻ ആവാൻ കാരണം എന്താന്ന് വെച്ചാൽ, കാരണം ഇനി എൻ്റെ പുട്ടുപൊടിയൊന്നും ഇല്ല, നനയ്ക്കാനായിട്ട് ഇനി എൻ്റെ പുട്ടുപൊടിയും ഇല്ല. ആകെ ഇനി കുറച്ച് മാവേ വെള്ളത്തിൽ വീഴാതെ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം വെള്ളത്തിൽ പോയത് കളയാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. വേറൊരു ഓപ്ഷനും ഇല്ല, പൊടിയും ഇല്ല. അപ്പൊ അതിനെ എങ്ങനെ മേക്ക് ഓവർ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. നമുക്ക് ഇതിനെ തിരിച്ച് എന്തായാലും മാറ്റിയെടുക്കാനൊക്കത്തില്ലല്ലോ. അപ്പം മറ്റൊരു ഡിഷാക്കി മാറ്റാം എന്ന് ഞാൻ എൻ്റെ ബുദ്ധിപരമായ നീക്കങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഒന്നുമില്ല, ഇതുപോലെ അബദ്ധം പറ്റുന്ന ആരായാലും ഇങ്ങനെയൊക്കെ ചെയ്തു പോകും. ഈ അടുക്കളയൊക്കെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ നല്ല പോരാളികളായിരിക്കും. അവർക്ക് പ്രോബ്ലവും സൊല്യൂഷനും അവിടുന്ന് തന്നെ കിട്ടിക്കോളും. ഇതിനെ ഇങ്ങനെ കണ്ടാൽ രസമില്ല. നമുക്ക് ചായ മാറ്റാം. പൊടിയെല്ലാം കൂടെ വീണത് നല്ല വെള്ളത്തിലായതുകൊണ്ട് അതെല്ലാം കൂടെ കലക്കി ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് അങ്ങ് കുറുക്കാൻ വെച്ചു. അത് വെച്ചോണ്ടിരിക്കുമ്പോൾ മനസ്സിൽ താജ്മഹൽ പണിയുന്നതിന്റെ രൂപമാണെങ്കിലും വെച്ച് വന്നപ്പോഴത്തേക്ക് അത്ര താജ്മഹലൊന്നും ആയില്ല. എങ്കിലും അത് പോവും. കടലക്കറി ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യവും കൂടെ ഉണ്ട്. റവയൊക്കെ നമ്മൾ കുറുക്കി കഴിക്കത്തില്ലേ, അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ വിചാരിച്ച് അരിയും ഇതുപോലെ കുറുക്കി നോക്കാം. അരിപ്പൊടിയാണല്ലോ, പുട്ടിന്റെ ടേസ്റ്റ് തന്നെ വരുമല്ലോ എന്ന് കരുതി കുറെ നേരം ഞാനിട്ട് കുറുക്കി നോക്കി കേട്ടോ. വായി വെച്ച് നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഉപ്പിട്ടായിരുന്നല്ലോ എന്ന്. അല്ലെങ്കിൽ വല്ല പാലും പഞ്ചാര ഒഴിച്ച് നല്ല അടിപൊളി ഒരു സാധനം ഉണ്ടാക്കാന്നായിരുന്നു മനസ്സിൽ. ഇനിയിപ്പോ ഉപ്പായതുകൊണ്ട് കടലക്കറിയും കൂട്ടി തന്നെ കഴിക്കാം, പുട്ടിന്റെ ടേസ്റ്റ് തന്നെ വരും. പക്ഷെ അവരെ മുമ്പിൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ ഒരു പേര് കണ്ടുപിടിക്കണം ഇതിന്. ബാക്കി 2 ചില്ലി പുട്ടുണ്ടായിരുന്നു, അത് അതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് മാത്രം കൊടുക്കാനായിട്ട്. ഇതും പാളിപ്പോയ എന്തോ ചെയ്യും? ഇത് പാളി പോയില്ലടാ, നേരത്തെ അതങ്ങ് ചരിഞ്ഞു പോയോണ്ടാ, ഇങ്ങനെ അകത്തോട്ടങ്ങ് ആയിപ്പോയോണ്ടാ. അപ്പൊ വെള്ളം വീണ അന്നേരം അത് മൊത്തം അങ്ങ് വെള്ളത്തിൽ വീണു. അതെന്തി? അത് തോപ്പം വേറൊരു ഡിഷാക്കി ഞാൻ വെച്ചിട്ടുണ്ട്, മക്കൾക്ക് കഴിക്കാൻ സ്പെഷ്യൽ ഡിഷാണ്. സ്പൂണിട്ട് ഇലക്കേക്കുന്നേ. എന്റെ ക്യാമറാമാന് തുമ്മൽ വരുന്നത് കൊണ്ടാണ് ഞാൻ പോസ് ചെയ്യാൻ പറഞ്ഞത്. പാവം മോളിലിരുന്ന് എല്ലാം കാണുന്നുണ്ടെന്ന് പറയുന്നതാണ്. അടുത്ത് നിന്നൊരുത്തൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ കള്ളത്തരത്തിനെല്ലാം അവനും, അവന്റെ കള്ളത്തരത്തിനെല്ലാം ഞാനും കൂട്ടിയിരിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവാം. ഇതൊക്കെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള കള്ളത്തരങ്ങളല്ലേ, അപ്പൊ കുറ്റബോധത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇനി പ്രസന്റേഷനാണ്. ഞാൻ വിചാരിച്ചതൊന്ന്, നടന്നത് മറ്റൊന്ന്. തിന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് പുട്ടിന്റെ ടേസ്റ്റ് തന്നെ. കുടിക്കാൻ പാടില്ലേ? അത് വേണമെങ്കിൽ കുടിക്കാം. പാളിപ്പോയി, അത് പാളിപ്പോയി. ബിസ്ക്കറ്റോ? ആദ്യം അത് മാത്രം ഒന്ന് കുടിച്ചു നോക്കേ. തിന്നായിരുന്നു. അപ്പൊ എന്നാ ഞാൻ കാണിച്ചു തരാം. ഓണാക്കുന്നില്ല. ഈ പാലും കുറച്ചധികം പഞ്ചസാര ഇട്ട് തിന്നാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കടലക്കറിയും കൂട്ടി തിന്നാനായിരുന്നു ബെറ്റർ എന്ന് തോന്നുന്നു. ഈ കാര്യം എനിക്കും അവനും അല്ലേ അറിയത്തുള്ളൂ. അറിയാത്ത കുറച്ച് പേരിപ്പോൾ വരും. അവരെ നമ്മൾ എങ്ങനെ കയ്യിലാക്കാമെന്നാണ്, അല്ലെ കുപ്പിയിലാക്കാമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സത്യസന്ധമായിട്ട് പറയടാ. മൊബൈലകത്ത് വെച്ചപ്പോ അവന്റെ ശരിക്കുള്ള സ്വഭാവം വരുന്നുണ്ട്, അല്ല ശരിക്കുള്ള അഭിപ്രായം വരുന്നുണ്ട്. ചുണ്ടി ഇരിക്കുന്നതൊക്കെ അവിടെ നിന്ന് അങ്ങ് എടുത്തോ, വൃത്തിയായിട്ട് കുടിക്ക്. നോക്കട്ടെ, മുഖം നോക്കട്ടെ. അയ്യോ, പുട്ട് പ്രത്യേകതരം പുട്ടാണ്. അടിപൊളി പുട്ട്.
വെയിറ്റ് പുതിയ പുട്ടാണ് ഈ പുട്ട് നമ്മള് സൂപ്പർ പുട്ടാണ്. ഇനി കറിയല്ലേ പാലും പഞ്ചാരം വേണ്ടല്ലോ. അമ്മ എനിക്ക് മധുരമുള്ള വേണ്ടുന്ന. മധുരം ഇട്ടില്ല. ഇത് ഉപ്പാണ് എനിക്ക്. ചേച്ചി അതിന് പുട്ടിന്റെ ടേസ്റ്റാ. കുടിച്ചു നോക്ക്. സത്യസന്ധമായ അഭിപ്രായം മാത്രമേ ഇവിടെ രേഖപ്പെടുത്താവൂ. ഈ കറി ഇച്ചിരി ഒഴിച്ചു നോക്ക്. ആ മിക്സ് ചെയ്യ. സൂപ്പർ സാധനം, വെറൈറ്റിയാ. എവിടെ കണ്ടേ? ഇത് ഞാനൊരു ഡിഷ് വെറൈറ്റി ആയിട്ട് ഒരാളുണ്ടാക്കുന്ന മറ്റേ ഫോറിനേഴ്സ് ആരങ്ങാണ്ട യൂട്യൂബർ, അയാൾ അവിടെ ആ രാജ്യത്ത് കഴിക്കുന്നേത്. അങ്ങനെ അതുണ്ടാക്കാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് വെച്ചു? അയ്യടെ എന്തുവാടി ആത്മാർത്ഥതയോടെ പറയടി. കൊള്ളാവോ? അത് കഴിക്കുന്നില്ലേ? അപ്പൊ അത് നല്ലതായിരിക്കും. ഇത് പുട്ടിന്റെ പൊടിയാണോ? പുട്ടിന്റെ പൊടി വെച്ചല്ലേ, അരിപ്പൊടി വെച്ചല്ലേ എല്ലാം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പറയാം, അതല്ലേ സസ്പെൻസാ. അയ്യോ വേണ്ട, എന്തായാലും ചാണകം കുഴച്ചത്. സസ്പെൻസ് മോൻ ഇപ്പൊ പറയണ്ട. സസ്പെൻസ് എല്ലാം തിന്നു കഴിഞ്ഞിട്ട് ഇനി മധുരം കൂട്ടി കഴിച്ചു നോക്കും. ഇതെങ്ങനെയുണ്ട്? ഇത് മൊത്തം അരിപ്പൊടിയാ. വേണ്ട പിന്നെ പറയാറായിട്ടില്ല. സർപ്രൈസ് പൊളിയും. മോൻ താണ്ട് ഇത് മൊത്തം ഒറിജിനൽ പുട്ട് വേണം. ഒറിജിനൽ പുട്ടാ മോനെ ഇത്. ഇന്നത്തെ അത് എൻ്റെ മകൾക്കൊരു പ്രത്യേകതയുണ്ട്. വെറൈറ്റിയാന്ന് പറഞ്ഞ് എന്ത് കൊടുത്താലും അവള് കഴിച്ചോളൂ. അതല്ല, എനിക്ക് അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവള് തിരിഞ്ഞു പോലും നോക്കത്തില്ലായിരുന്നു. തീരെ മോശമൊന്നും അല്ലായിരുന്നു കേട്ടോ. എന്തായാലും സാധനം വേസ്റ്റ് ആവാതെ കഴിഞ്ഞു കിട്ടി.